എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ വിശിഷ്ടമായ ഒരു ദിനമാണ്. ഒരേ ദിവസത്തിൽ നിരവധി ആത്മീയ പ്രാധാന്യമുള്ള കാര്യങ്ങൾ കൂടിയെത്തുന്ന ദിനം. എന്തൊക്കെയാണ് അതെന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് ഇന്ന് വൈശാഖ പൗർണമിയാണ്. വൈശാഖ മാസത്തിലെ പൗർണമി ദിനമായ ഇന്ന് ചിത്ര പൗർണമി വളരെ വിശിഷ്ടമായതായി കണക്കാക്കപ്പെടുന്നു. ചന്ദ്രൻ്റെ പൂർണ്ണപ്രകാശം മനസ്സിന് ശാന്തിയും ആത്മാവിന് ശുദ്ധിയും നൽകുന്ന ദിനമാണ്. ഈ ഒരു ദിവസം എന്ത് ചെയ്യണം, എന്താണ് ഇതിൻ്റെ പ്രാധാന്യം എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. പൗർണമി തിഥി മെയ് 1 10:52 PM വരെയുണ്ട്. അപ്പോൾ സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തി ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് വളരെ ഗുണകരമാകും. മറ്റു ചില വിശേഷങ്ങൾ കൂടി ഈ ഒരു ദിവസമുണ്ട്. അതായത് മംഗളാദേവി ക്ഷേത്രത്തിൽ, പെരിയാർ കടുവാ സംരക്ഷണ കേന്ദ്രത്തിലെ മംഗളാദേവി ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവം മെയ് 1 നടക്കുന്നു. രാവിലെ 6 മണിക്ക് പ്രവേശനം ആരംഭിക്കുന്നു. വാഹനങ്ങൾക്ക് നിയന്ത്രണവും രാത്രി വനത്തിൽ തങ്ങുന്നതിന് വിലക്കുമുണ്ട്. ഇനി മറ്റൊരു വിശേഷമാണ് തിരുവണ്ണാമല. തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിലുള്ള ഗിരിവലം ചടങ്ങ്. അതായത് ഇന്ന് രാത്രി 10 ലക്ഷത്തിലധികം ഭക്തരാണ് അരുണാചല കുന്നിന് ചുറ്റും 14 കിലോമീറ്റർ പ്രദക്ഷിണം നടത്തി ശിവൻ്റെ അനുഗ്രഹം തേടുന്നത്. നമ്മുടെ ഓരോ കർമ്മവും രേഖപ്പെടുത്തുന്ന ദേവനായിട്ടാണ് ചിത്രഗുപ്തനെ കണക്കാക്കുന്നത്. ഇന്ന് അദ്ദേഹത്തെ ആരാധിക്കുന്നത് പാപപരിഹാരത്തിനും ആത്മപരിശോധനയ്ക്കും ആത്മപരിശുദ്ധിക്കുമൊക്കെ ഉതകും. ചിത്രഗുപ്ത പൂജയാണെങ്കിൽ മുൻകാല തെറ്റുകൾക്ക് ക്ഷമ നേടാനും കർമ്മങ്ങൾ സന്തുലിതമാക്കാനും ഭക്തർ ചിത്രഗുപ്തനെയും ശിവനെയും ആരാധിക്കുന്നു. എന്തെന്നാൽ നാം ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയുമൊക്കെ എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ ചെയ്യുവാനുള്ളൊരു സാധ്യതയുണ്ട്. അറിഞ്ഞു ചെയ്യുന്ന പാപത്തിന് കാലം നമ്മളെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കുക തന്നെ ചെയ്യും. എന്നിരുന്നാലും ഈ ഒരു പാപങ്ങൾക്ക് ഒരു പശ്ചാത്താപം എന്ന നിലയിൽ ഈ ഒരു പാപപരിഹാരത്തിനായിട്ട് ഈ ഒരു ദിവസം ചിത്രഗുപ്തനെ പൂജിക്കുന്നത് അനുകൂല ഫലം നൽകും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അറിയാതെ ചെയ്യുന്ന തെറ്റുകൾക്കും ചിത്രഗുപ്തൻ ഈ ഒരു ദിവസം ചിത്രഗുപ്തനെ ആരാധിക്കുക വഴി ദോഷങ്ങൾക്ക് പരിഹാരമാകുമെന്ന് തന്നെ വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ സത്യസന്ധമായ ജീവിതം നയിക്കണമെന്ന് തന്നെയാണ് ഈ ഒരു ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. തെറ്റുകൾ തിരുത്താൻ കൂടിയുള്ള അവസരമായിട്ട് ഈ ഒരു ദിവസത്തെ ആചാര്യന്മാർ കാണുന്നുമുണ്ട്. നല്ല തീരുമാനങ്ങൾ എടുത്ത് നല്ലൊരു ജീവിതം തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ഈ ഒരു സന്ദേശത്തിലൂടെ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്. തമിഴ്നാട്ടിലാണ് ചിത്രഗുപ്ത പൂജയ്ക്ക് വളരെ പ്രാധാന്യം. നമ്മൾ മലയാളികൾക്ക് സംഹാരമൂർത്തിയായ ശിവനെ ആരാധിച്ചുകൊണ്ട് ചിത്രഗുപ്ത സ്മരണയുടെ അതേ ഒരു ഫലം നേടുകയും അതുവഴി പാപങ്ങൾക്ക് പ്രായശ്ചിത്ത പരിഹാരങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കാവുന്നതുമാണ്. ഇന്ന് നമ്മൾ ഓർക്കുന്ന മറ്റൊരു മഹാനായ വ്യക്തിത്വം തിരുവിതാംകൂറിൻ്റെ അഭിമാനമായ ശ്രീ സ്വാതി തിരുനാൾ മഹാരാജാവിനെ പറ്റിയാണ്. ഒരു രാജാവായി മാത്രമല്ല, സംഗീതത്തിലൂടെ ഭക്തിയെ ലോകത്തിലേക്ക് പകർന്ന മഹാനായ ഒരു ആത്മാവായിരുന്നു അദ്ദേഹം. 300-ലധികം കൃതികൾ സംസ്കൃതം മുതൽ മലയാളം വരെ ദൈവിക സംഗീതത്തിൻ്റെ അമൂല്യ നിധി തന്നെ അദ്ദേഹം നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചു. ശ്രീ പത്മനാഭസ്വാമിയോടുള്ള ഭക്തി കൊണ്ട് സ്വയം പത്മനാഭദാസനായി ജീവിച്ച രാജാവാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് സ്വാതി തിരുനാൾ എന്ന പേര് ഇന്നും അനശ്വരമായി നിലനിൽക്കുന്നതും എന്നറിയണം. സംഗീതവും ജ്യോതിഷവും ഒക്കെ വേദങ്ങളിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. സംഗീതത്തിൻ്റെ അടിസ്ഥാനം പ്രധാനമായും സാമവേദമാണ്. ജ്യോതിഷവും വേദാംഗമാണ്. അതുകൊണ്ടാണ് ഇവ രണ്ടും തമ്മിൽ ബന്ധപ്പെടുത്താവുന്നത്. സംഗീതത്തിൻ്റെ അപാരമായ പ്രായോഗിക സാധ്യതകളെക്കുറിച്ച് വസ്തുനിഷ്ഠമായ അന്വേഷണങ്ങൾ ഏറെയൊന്നും നടന്നിട്ടില്ല. നാദം ആകാശത്തു നിന്നും സപ്തസ്വരങ്ങൾ ശിവതാണ്ഡവ സമയത്തും ഉത്ഭവിച്ചതാണെന്നാണ് വിശ്വാസം. സംഗീതാലാപനവും ശ്രവണവും ദൈവികമായ ചൈതന്യം നമ്മിൽ ഉണർത്തുന്നു. അത് നമ്മുടെ മാനസിക ശാരീരിക ഘടനകളിൽ ആരോഗ്യകരമായ മാറ്റം വരുത്തുന്നു. സംഗീതത്തിന് ചികിത്സാരംഗത്തുള്ള അനന്ത സാധ്യതകളെക്കുറിച്ച് ഇപ്പോൾ ഗവേഷണങ്ങളൊക്കെ നടന്നു വരികയാണല്ലോ. ശുദ്ധമായ സംഗീതം നമ്മുടെ മനസ്സിൽ ഉത്കൃഷ്ട വികാരങ്ങൾ ജനിപ്പിക്കുന്നു. ഏത് ജീവജാലങ്ങളെയും ആകർഷിക്കാനുള്ള കഴിവും സംഗീതത്തിനുണ്ട്. പശുർവേത്തി ശിശുർവേത്തി വേത്തിഗാനരസം ഫണി എന്നാണ് പറയുന്നത്. പശുവും ശിശുവും സർപ്പവും സംഗീതം അറിയുന്നു അത്രേ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സംഗീതത്തെ ഭക്തിമയമായി എങ്ങനെയാണ് നവഗ്രഹങ്ങളെ സ്വാധീനിക്കുന്നതെന്നും അതുപോലെ തന്നെ
ഭക്തി എങ്ങനെയാണ് ഈ ഒരു സംഗീത ശ്രവണത്തിലൂടെ ഓരോരുത്തരിലും നിറയ്ക്കുക എന്നതുമൊക്കെ നമുക്ക് കാണിച്ചു തന്ന മഹാനായ സംഗീതജ്ഞനായിരുന്നു സ്വാതി തിരുനാൾ. ഹൃദയ നൈർമല്യം നമ്മെ ദുഃഖങ്ങളിൽ നിന്ന് അകറ്റുന്നുവെന്നും ഗ്രഹപ്പിഴകൾ കൊണ്ടുണ്ടാകുന്ന മനോദുരിതങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായ പരിഹാരം സംഗീതമാണെന്നുമൊക്കെ അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു. അതിൻ്റെ അനന്ത സാധ്യതകളെ നാം തിരിച്ചറിഞ്ഞു. ഈ ഒരു സ്വാതി തിരുനാളാണ് അതിന് വേണ്ടത്ര ഒരു ഗവേഷണം നടത്തി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ കീർത്തനങ്ങളൊക്കെ രചിച്ച് നമുക്ക് തന്ന ആ മഹാനായ മനുഷ്യനെ, ആ മഹാനായ രാജാവിനെ ആദരിക്കാനും ഓർക്കുവാനുമുള്ളൊരു ദിനം കൂടിയാണിന്ന്. അദ്ദേഹത്തിൻ്റെ ജന്മദിനം കൂടിയാണ് ഇന്ന്. ഇനി ഈ ഒരു ദിവസം എങ്ങനെയാണ് ഓരോരുത്തരും പ്രയോജനപ്പെടുത്തേണ്ടതെന്ന് പറയാം. പൗർണമി വ്രതം ദേവീ പ്രീതികരമാണ്. ദേവീ പൂജയ്ക്കാണ് ഈ ദിവസം അതിവിശേഷം. പകൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുകയും രാത്രിയിൽ നിരാഹാരം അനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്ത് ദേവിയെ പൂജിക്കാം. ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തുക. ഐശ്വര്യം, മനോബലം എന്നിവയ്ക്ക് കൈവരുത്തുവാനായിട്ട് ഈ വ്രതം വളരെ നല്ലതാണ്. മനസ്സിൻ്റെ കാരകനായ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുവാൻ ഈ വ്രതം അനുകൂലമാണ്. അതായത് മനഃശാന്തി ഇല്ലാത്തവർക്കൊക്കെ ഈ ഒരു വ്രതം അനുഷ്ഠിക്കുക വഴി വളരെ ബലം മനസ്സിനുണ്ടാകുമെന്നുള്ളത് അറിയണം. ചന്ദ്രദശാകാലം അനുഭവിക്കുന്നവർക്ക് ഈ ഒരു ദിവസം വളരെ പ്രധാനമാണ്. ഈ ഒരു ദിവസം ലളിതാ സഹസ്രനാമമൊക്കെ നെയ്വിളക്കിന് മുമ്പിൽ ഇരുന്ന് ജപിക്കുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ദിവസം ചന്ദ്രന് ജാതകത്തിൽ പക്ഷബലമില്ലാത്തവരും ചന്ദ്രന് പാപയോഗമുള്ളവരുമൊക്കെ ഈ ഒരു ദിവസം വ്രതമനുഷ്ഠിക്കുന്നത് വളരെ വിശേഷമാണ്. അവർക്കുള്ള എല്ലാ ദോഷങ്ങളും ഈ ഒരു വ്രതമെടുത്തതിലൂടെയും ഈ ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തി വേണ്ട വഴിപാടുകളൊക്കെ നടത്തുന്നത് ഐശ്വര്യദായകമാണ്. ഈ ഒരു ദിവസം സന്ധ്യയ്ക്ക് കുടുംബസഹിതം എല്ലാവരും ലളിതാ സഹസ്രനാമം ജപിക്കണം. ശ്രീരാമ പട്ടാഭിഷേകത്തിൻ്റെയും പരമശിവനും പാർവതീദേവിയും ഗണപതി ഭഗവാനും സുബ്രഹ്മണ്യസ്വാമിയും ഒരുമിച്ചിരിക്കുന്ന ചിത്രം വെച്ച് നെയ്വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുന്നത് ഐശ്വര്യപ്രദമാണ്. സൂര്യൻ തൻ്റെ ഉച്ച രാശിയായ മേടം രാശിയിലും ചന്ദ്രൻ തുലാരാശിയിലും ഉദയം ചെയ്യുന്നു. ഈ ദിവസം ബുധസംക്രമണം സംഭവിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ എല്ലാം കൊണ്ടും ശുഭകരമായ ഈ ഒരു ദിനം വേണ്ട വിധം ഉപയോഗപ്പെടുത്തുക. ഈ ഒരു ദിനത്തിലെ കിട്ടുന്ന അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തരുത്. പുണ്യപ്രവൃത്തികൾ ചെയ്യുക, ദാനം ചെയ്യുക, അഗതികളെ സഹായിക്കുക. അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ തുടങ്ങുവാൻ ഏറ്റവും പറ്റിയൊരു ദിനം കൂടിയാണിന്ന്. എല്ലാവരും ഈ ഒരു ദിനം പ്രയോജനപ്പെടുത്തുമെന്ന് കരുതുന്നു. ഏവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ ഉപകാരപ്രദമാകുന്ന ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്യുവാൻ ശ്രമിക്കാം. വീഡിയോ കിട്ടുവാനായിട്ട് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമല്ലോ. നന്ദി, നമസ്കാരം.